ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി കാണാം. തേങ്ങ ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായി 1 കപ്പ് ചെറുപയർ 4 മണിക്കൂർ സമയം ഒന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പയർ മുങ്ങിക്കിടക്കുന്ന പോലെ 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 2 വിസിലടിച്ച് വേവിച്ചെടുക്കണം. നിങ്ങളിപ്പോൾ കുതിർത്താത്ത പയറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 വിസിലടിച്ചോളൂ കേട്ടോ. അപ്പോൾ പയർ വേവായി വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ടതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഒരു ചെറിയ മിക്സി ജാറിലേക്ക് 10 എണ്ണത്തോളം ചെറുള്ളിയും 5 എണ്ണത്തോളം വെളുത്തുള്ളിയും 3 ഉണക്കമുളകും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേവിക്കാൻ വെച്ച പയർ ഒന്ന് തുറന്ന് നോക്കാം. പയർ കണ്ടില്ലേ, നല്ല പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 3/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ച മിക്സും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയറൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്കിപ്പോൾ ചാറധികം വേണ്ടാത്ത പരിവാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതല്ല, കുറച്ചുകൂടെ ചാറ് പരുവത്തിലാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കി പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഒരുപോലെ ചേർന്ന് പോകുന്ന ചെറുപയർ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.